ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ട്രീ മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പം നമ്മൾ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ആദ്യം സ്റ്റാർ അതിൻ്റെ മേലെ ഒട്ടിക്കണം. മേലെ വെക്കാനുള്ള സംഭവം നമുക്ക് വാങ്ങിയിട്ടില്ല. തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റാർ വെച്ചിട്ട് ഒട്ടിക്കാം. പിന്നെ ഇപ്പം എന്താ ചെയ്യേണ്ട ഞാൻ അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ പിന്നെ പറയാൻ പറ്റുമോ, ഞാനൊരു റീത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പിങ്ക് ഞാൻ അതിനെടുത്തു. അപ്പോൾ അത് പിങ്ക് ഇല്ലാണ്ട് പിന്നെ കുഞ്ഞെ പോയിട്ട് വേറൊരു പണിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞെങ്കിൽ സാധനം മേലെ വെക്കണോ എന്നാണ്. എന്തായാലും ഡബിൾ ടേപ്പ് വെച്ചിട്ട് ആദ്യം സ്റ്റാർ അതിൻ്റെ മേലെ ഒട്ടിക്കണം. മേലെ വെക്കാനുള്ള സംഭവം നമുക്ക് വാങ്ങിയിട്ടില്ല. തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റാർ വെച്ചിട്ട് ഒട്ടിക്കാം. പിന്നെ ഇപ്പം എന്താ ചെയ്യേണ്ട അപ്പം നമുക്ക് സ്റ്റാറിന് ആദ്യം മേലെ തന്നു. അപ്പം നമ്മൾ ഈ ഒരു മൗണ്ടൻ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡബിൾ ടാപ്പ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ട്രീ മാത്രമേ വെക്കുള്ളൂ. ഡെസ്ക് ഡെക്കറേറ്റിംഗ് ഒക്കെ നാളെയാണ് ചെയ്യാം. മറ്റന്നാളാണ് ക്രിസ്മസ്. ഇന്ന് 21 മറ്റന്നാളാണ് ക്രിസ്മസ്. ഇപ്പോൾ നമ്മൾ ട്രീ മാത്രമേ വെക്കില്ല. പിന്നെ എനിക്കത് സന്തോഷമായിട്ട് വരിക. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആഘോഷം. അത് മൂടി തുറന്നിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നീട് വെച്ചെടുക്കാം. പിന്നെ ഇത് കുഞ്ഞ് നീളമാണ്, അതുകൊണ്ട് നമുക്ക് അധികം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ടാരുണ്ടായിട്ടു ഓക്കെ. ഇവിടെ ഇന്ന് അടിച്ചുവിടാൻ അങ്ങനെ കുറേ പണിയുണ്ട്. അമ്മ വലിയ കത്തിരി തന്നെ ചൂടാറില്ല. ചെറിയല്ലേ ഇത് കുറച്ചിട്ടാ മതി. ഓക്കെ. അപ്പം എനിക്ക് എത്ര അറിയില്ല, സന്തോഷമായിട്ടില്ല. അമ്മ ഗോൾഡൻ സ്റ്റാർ മേലെ വെച്ച പോലെ ഗോൾഡൻ ഗോൾഡൻ സ്റ്റാർ അതിൻ്റെ മേലെ തൂക്കാനല്ല, തൂക്കാൻ പറ്റുമോ? തൂക്കി എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ ഞാൻ. അമ്മ തൂക്കിയ രസമുണ്ടല്ലോ. രസമില്ലേ? ശരിക്കും അവിടെ ഒട്ടിക്കണ്ട സാധനം നമ്മൾ വാങ്ങിച്ചിട്ടില്ല. സാധനത്തില്ലെന്ന് പറയുന്നത് വലിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകയാണ്. ശരിയാണ്. നമുക്ക് അവിടെ ഒട്ടിക്കുന്നതിന് മുമ്പ് സെല്ലോ ടേപ്പ് എന്ത് ചെയ്യണം? സെല്ലോ ഇങ്ങനെ വെച്ചാൽ മതി. എങ്ങനെ വെച്ചൊരു സുഖം കിട്ടും. രസമില്ല. സാധനങ്ങൾ കൂടുതലും ഈ സാധനമില്ലേ അത് ഊരി. അപ്പൊ ഇവിടെ ഒരു ഓട്ടയുണ്ട് കണ്ട. ഈ ഓട്ടയില്ലേ, ഈ ഓട്ട അതിൻ്റെ ഉള്ളിൽ കുത്തി. പക്ഷെ ശരിക്കൊരു ഇതായിട്ട് നിൽക്കണം. അത് നമുക്ക് ഓക്കെ. അത് മതി. അതിനായിട്ട് മുമ്പ് നമുക്ക് വേറെ കുറച്ച് പരിപാടിയില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ പിന്നെ ഈ ട്രീ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കാനൊക്കെ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് താഴത്തെ കുട്ടികൾ വയ്ക്കാനൊക്കെ നമുക്ക് ശരിയാക്കട്ടെ. സന്തോഷം എനിക്ക് അവിടെ പാമ്പിൻ്റെ മാലയുള്ള താഴെയൊക്കെ അതുകൊണ്ട് നമ്മൾ കയറി. ഞങ്ങളെന്താ കയറാൻ കാരണം വെച്ചില്ല, വലിയ 200-100 രൂപ കിട്ടും വിചാരിച്ചു കടയിൽ. അതിപ്പോ ഇവിടെ അടുത്തല്ലേ ഞാൻ സ്വന്തമായി സ്റ്റാർ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും. നമുക്ക് ഇവിടെ ഇങ്ങനെ തൂക്കിയ പോലെ ചിലവർ അതെ അപ്പം കൊണ്ടുവരണേ. അപ്പം കൊണ്ടുപോയിട്ടാണ് വെച്ചാൽ മതി. ഞാൻ നിർത്തും.
ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ. എൻ്റെ എൻ്റെ സഹായം തീർന്നു, അമ്മയുടെ സഹായം തീർന്നു, അമ്മ പോയി. ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കണം. ഈ ട്രീമിനെ നമ്മുടെ ആവശ്യത്തിന് വളയ്ക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ വളയ്ക്കാൻ പറ്റും. അത് നന്നായി. അതെല്ലാവരും അങ്ങനെയാണ്. ഇനി നമ്മൾ വിചാരിക്കുന്നത് ബോൾസ് തൂക്കണം. നമുക്ക് ഫസ്റ്റ് തന്നെ ഗോൾഡനിൽ നിന്ന് ഉദ്ഘാടനം തുടങ്ങാം. അങ്ങനെ ഗോൾഡൻ ഇനി സിൽവർ ആണ്. ഇനി നമുക്ക് ബ്ലൂവിൽ നിന്നും തുടങ്ങാം. തുടങ്ങാനൊക്കെ എന്താ കഴിഞ്ഞു, അവസാനം എഴുതണം. അപ്പൊ നോക്കിയേ, ഇതിന് 2 റെഡ് ബോൾസ് ഉണ്ട്. ഒരു ശരിക്കും പറഞ്ഞ ഒരെണ്ണം പിങ്ക വേണ്ട, പക്ഷെ 2 റെഡ് ബോൾ ഉണ്ട്. പിന്നെ ഇത് ഞാൻ തന്നെ ശരിയാക്കി എടുത്തൊരു ബോളാണ്. അധികം ഇതൊന്നുമില്ല. ഞങ്ങൾ ഡ്രഗ്സ് ഇതൊന്നും വാങ്ങിയില്ല. ഇതന്നെ വെച്ച് വാങ്ങുന്നത് മതി എന്ന് വെച്ചു. അടുത്ത വർഷം ഇതിനേക്കാളും വാങ്ങാനും, അടുത്ത വർഷത്തേക്ക് ഇതൊക്കെ നാശമാകുന്നത് സൂക്ഷിച്ചിരിക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് പിന്നെ കുറച്ച് സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. ഒരു നല്ല വാങ്ങണം. ഇനി നമുക്ക് പച്ച ഇനി ഞങ്ങൾ ക്രിസ്മസ് ട്രീയൊക്കെ തൂക്കാൻ മുറ്റത്ത് കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാത്രം വയ്ക്കുന്നത്. ഇത് ബാക്കിക്കൊക്കെ വരണുണ്ട്. ഇവിടെ മാത്രം തൂക്കണ്ടായിരുന്നു. നമുക്ക് എല്ലാ കളർ ബോളുകളൊക്കെ ഈ നമ്മുടെ ഈ സാധനത്തില്ലേ സ്റ്റാറുകളൊക്കെ തൂക്കണ്ട. അപ്പോൾ അത് തൂക്കുമ്പോൾ അതും ഇതുപോലെ തൂക്കണ്ട. അപ്പം എന്നിട്ട് പിന്നെ ഈ കുഞ്ഞേ ബോളുകളില്ല, എടുത്ത് കുറച്ച് ബോളാണ് നമുക്ക് ഇതിൽ തൂക്കാം. ഈ കുഞ്ഞേ ബോൾ എനിക്ക് എങ്ങനെ തൂക്കിടാൻ ക്രീമായിട്ടാണ്. അപ്പോൾ ഇതിലെല്ലാ കളറും ഉണ്ട്. എന്തോ കുറവുണ്ട്, അത് നോക്കിയിട്ട് തന്നെ അവിടെ ഒന്നും അറിയില്ല. ഇതാ വരുന്നത് ഇവിടെ ഇല്ല. അത്രയും എനിക്ക് പമ്പരട്ടായി കൺഫ്യൂസ് പമ്പരട്ടായി എനിക്കും അമ്മയ്ക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. ഇത് കളിക്കാൻ അറിയാത്തവരുണ്ടോ? ഉണ്ടോ ഉണ്ടോ കളിക്കാൻ അറിയാത്തവരോട് തരം കെട്ടഴിക്കാൻ ഇത്തിരി പാടാണ് എനിക്ക്. അമ്മയ്ക്കൊക്കെ കിട്ടണില്ല. ഒരു മഴ കുറേ കിട്ടിട്ട് എൻ്റെ നൂല് ഊരി ഞാൻ എപ്പോൾ ഈ പമ്പരമുട്ട എടുക്കുന്ന ഈ നൂല് ഊരി പിന്നെ എനിക്കൊരു കാര്യം, എനിക്ക് ഈ നൂല് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ നൂലോട് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അത് നമ്മൾ പറഞ്ഞു. ഇനി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷെ പണ്ടത്തെ പമ്പരമുട്ടയാണ് ടേസ്റ്റ്. ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ കക്കുക. ശരിക്കും ഇത് എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് കഴിച്ചപ്പോൾ അമ്മയാണ് എനിക്കിത് എങ്ങനെ കളിക്കുന്നതാണ്. കയറ് കെട്ടിയത് ഇത്തിരി കുഞ്ഞതായിപ്പോയി. കുറച്ച് ഭാഗത്തോളം ബാക്കിയായിപ്പോയി. ലേറ്റ് ക്യാമറയിൽ ലേറ്റ് ഒന്നും ആവില്ല. ചില നേരത്തിൽ ചെയ്യുമ്പോൾ വേഗം. ഈ ശരിക്കും പറഞ്ഞാൽ കുറേ നേരം കളിച്ചിട്ട് ഇങ്ങനെ വായു നല്ല ഇഷ്ടം. ഇത് ഇനിയും ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ ക്ഷമ കണ്ടു. തിന്നു കഴിയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല.
നമ്മുടെ ഇത് സെറ്റാക്കി സ്റ്റാർ ഇട്ടുകി നമുക്ക് ഈ ബെല്ലുകൾ അത് പക്ഷെ നല്ല ശരിക്കും വാങ്ങിയ പോലെ തോന്നി. ഞാൻ എന്നെ തന്നെ ബുദ്ധി പറയില്ല, ശരിക്കും വാങ്ങിയ പോലെ തോന്നി എനിക്ക്. ഇത് തൂക്കാം ഇവിടെ തൂക്കാം എവിടെ തൂക്കണ്ട നമ്മൾ ഒരു ഭാഗത്തിന് എല്ലാ ഭാഗത്തും എപ്പുറത്ത് ഒരുമിട്ട് ഇവിടെ തൂക്കാം. ശരിക്കും ഭംഗി ബെല്ലുകളാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നുന്നു. ക്യാമറ ഇടക്കിടക്ക് മങ്ങുന്നുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ക്ഷമിക്കണം. അങ്ങനെ റെഡ് നിങ്ങളാരും ദേഷ്യപ്പെട്ട് വീഡിയോ വന്നിട്ട് പോയില്ലേ. താഴെ തൂക്കണ്ടായിരുന്നു, താഴെ തൂക്കുമ്പോൾ എന്തോ പോലെ അത് നമുക്ക് ഇവിടെ ഒക്കെ തൂക്കാൻ കഴിയും. അധികം താഴെ വേണ്ടല്ലേ. ബെല്ല് ഇത്തിരി കൂടി വലിയതല്ല, അപ്പോൾ അത് താഴെ തൂക്കുമ്പോൾ വല്ലാണ്ട് തൂങ്ങി നിൽക്കുക. നമുക്ക് സ്റ്റാർ മാത്രം താഴേക്ക് ബാക്കിക്കൊന്നും അധികം കിട്ടുന്നില്ല, ബാക്കിൽ ആരെ കാണുന്നു. നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ തൂക്കാം. നല്ല രസമുണ്ട്. ഇനി വൈറ്റ് കൂടി ഉണ്ട്, ഭയങ്കര രസമായിട്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ അതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇനിയും പിന്നെ തൂക്കാണ്ടെന്ന് അറിയില്ല, നോക്കാം, നോക്കിയിട്ട് വരാം. കൂടി നമുക്ക് തൂക്കാനുണ്ട്. ഇതൊരു തൂക്കാനല്ല കേട്ടോ, നമുക്ക് മുറ്റത്ത് ട്രീ വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ഉണ്ടാക്കിയൊരു ഇതിലായിട്ട് സൈഡിൽ ഇങ്ങനെ തൂക്കാനാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ 10 മണി ട്രീ സെറ്റ് ചെയ്യാൻ പോകുന്ന ഉണ്ണിയൊക്കെ ഇറങ്ങി. അപ്പം ഞങ്ങൾ ട്രീ സെറ്റ് ചെയ്യാൻ പോകുന്ന മുറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലൈറ്റ് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് കണ്ടിച്ചു തരാം ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹാപ്പി. കാരണം എൻ്റെ ആഗ്രഹം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്താണ് ഡിസംബർ, ഏറ്റവും ഇഷ്ടമുള്ള സീസണാണ് ക്രിസ്മസ് സീസൺ. അപ്പോൾ എനിക്ക് ക്രിസ്മസ് എന്തായിരിക്കും ഇഷ്ടമെന്ന് വെച്ചാൽ ക്രിസ്മസ് ഇങ്ങനെ ലൈറ്റും അങ്ങനത്തെ ഒരു ഇതല്ലേ, കൂടുതൽ ഹാപ്പിനെസ് ആയിട്ടുള്ള കുറേ നല്ലവണ്ണം ആഘോഷിക്കില്ല. സെക്കൻഡ് എനിക്ക് ഓണാണ്, പിന്നെ വിഷു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഷുവിന് കുറേ ഫ്രൂട്ട്സ് കിട്ടും, അങ്ങനെ ഓരോന്നാണ്. അപ്പം അതൊക്കെ വിട്ടിട്ട് നമ്മളുടെ ഇന്നത്തെ ആഘോഷം ക്രിസ്മസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് ഇതൊക്കെ ഇത് വാങ്ങിച്ചത് നന്നായില്ലേ. ശരിക്കും ഞാൻ കുറേ പേരുടെ യൂട്യൂബ് കണ്ടു. ഇതൊക്കെ ഇവിടെ ഒരു സ്റ്റാർ വെച്ചിട്ട് ഇവിടെ വന്ന് തൂക്കിയിട്ടുണ്ട്. ശരിക്കും നല്ല രസമുണ്ട്, നല്ല രസമായി. താഴെ 2 ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർ. ഇതിനെന്താ പറയുക, സ്റ്റാർ ലൈറ്റാണ്. സ്റ്റാറിൻ്റെ ഒരു മലകൾ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ തൂക്കിയിട്ടപ്പോൾ നല്ല രസമായി. അയ്യോ, ഇവിടെ തൂക്കിയിട്ടാണ്. അതേപോലത്തെ ഒരു ലൈറ്റാണ് ഇത് ഞാൻ എന്നും സ്കൂളിൻ്റെ അവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. ഈ ലൈറ്റ് ഇത് പല മോഡലിലാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതതിനുള്ളതാണ്. പിന്നെ ഇതാണ് ഞങ്ങൾ ഇപ്പം അതിലത്തെ മെയിൻ താരം എന്ന് ഞാൻ പറയില്ല. ഈ ട്രീയും ഇത് 2 എണ്ണമാണ് ഏറ്റവും മെയിനസ്റ്റ് ആയിട്ടുള്ള താരം. ഇത് കണ്ടാൽ മാത്രമേ കേട്ടോ നമ്മൾ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ എന്ന് ഞങ്ങൾ ഓരോന്ന് വാങ്ങുന്നത് അതാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്രിസ്മസ് ഇതല്ല കേട്ടോ, അത് കേട്ടോ ക്രിസ്മസ് ഷോപ്പിംഗ് വ്ളോഗ് പറഞ്ഞിട്ട് നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ അപ്പം തന്നെ പോയി കാണാൻ. ഇപ്പോഴല്ലേ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പോയി കണ്ട്. അപ്പോൾ ഇത് കണ്ട ഇന്ത്യയുടെ ഒരു മോഡലാണ്. ഇത് നല്ല രസമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാം, നല്ല മഴവില്ലിൻ്റെ കളറ്. എന്നിട്ട് ആ മഴവില്ലിൽ ഏതൊക്കെ കളർ കാണിച്ചോ ആ കളറുകളൊക്കെ ഇങ്ങനെ കറങ്ങി ലാസ്റ്റ് ഇങ്ങനെ മിന്നി ഓരോരോ കളറായിട്ട് ലാസ്റ്റ് ഓഫാവും. എന്നിട്ട് വീണ്ടും മഴവില്ലാവും. അങ്ങനെ നല്ല ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കളറിലും ഒരു ട്രീ സ്റ്റാർ ആവണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇത്ര നല്ല രീതിക്ക് ആഘോഷിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്.
സത്യം പറയുകയാണെങ്കിൽ ഇത്രയ്ക്കും നല്ല രീതിക്ക് ആഘോഷിച്ചത് ഞങ്ങളാണ് എന്ന് പറയാൻ എനിക്ക് നല്ല സന്തോഷം. ഞാൻ സത്യം പറയണേ, ഇത്രയും നല്ല രീതിക്ക് ഇത്രയ്ക്കും വിശാലമായിട്ട് ശരിക്കും ക്രിസ്മസ് ട്രീ സ്റ്റാർ ഇതൊക്കെ വെച്ച് ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും മേലെ കുറേ സംഭവങ്ങളുണ്ട്. ഇനിയും ഇവിടെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ സ്റ്റാറും അതിന് തന്നെ കുറേ പൈസയൊക്കെ മുടക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോന്ന് ശരിക്കും ഞങ്ങളാണ് ഇങ്ങനെ എത്തുന്നൊക്കെയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങളുണ്ട്. മഴവിലുണ്ടോ? വാങ്ങുന്നുണ്ടോ? മഴവിലുണ്ട്. കരോള് വരുന്നതുകൊണ്ട് അല്ലേ? കൊട്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ കരോളൊക്കെ കഴിഞ്ഞു. ഇത് പക്ഷേ വേറെ ആൾക്കാർ തന്നെയാണ് ഇവിടെ. പക്ഷെ വേറൊരു കളി ഉണ്ടായിരുന്നു ഈ പഞ്ചായത്തിൽ നിന്ന് ആണുങ്ങളുടെ ക്ലബിൽ നിന്ന് പോണതാ. ക്ലബിൽ നിന്ന് അച്ഛന്മാരുടെ ഇതുണ്ട്. അത് നല്ല ഇതായിരുന്നു. കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അഴകിയരിയിലൊക്കെ. അപ്പം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. നോക്ക് ഇതാദ്യം കാണിച്ചെടുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു വൃത്ത് ഉണ്ടാക്കിയെന്ന്. അതാണ് ഈ സാധനം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. അതിനുള്ള എല്ലാം ഉണ്ടാക്കി. അതാണ് ഇത്. ഈ ലൈറ്റ് അപ്പം ഇതല്ലേ നമ്മൾ പറഞ്ഞത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വൃത്ത് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചാട്ട. ഇത് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. ഈ ബെല്ലും ഈ മുത്തുകളും ഈ നൂലും മാത്രം കിട്ടിയാൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇതൊക്കെ നമ്മളിപ്പോൾ ഒട്ടിച്ച് നമുക്ക് ഓരോ പശുവിൻ്റെ വേണം. ഇതൊക്കെ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചാണ് ഒട്ടിപ്പിച്ചത്. അതാണ് നല്ലത്. ഇനി കരിഞ്ചേട്ടൻ അമ്മയുടെ തലയിൽ വെച്ചൊരു ബുദ്ധിയാണ്. ഇത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. നിങ്ങൾ നന്നായിട്ടല്ലോ. അവർക്ക് ഇഷ്ടമാവും. കിട്ടാം. ഞാൻ ഒരു ഡബിൾ ടാപ്പ് കൂടെ എടുത്തിട്ട് വരാണെങ്കിൽ ഇത് റെഡിയാവില്ല. അപ്പോഴേക്കാകുമ്പോൾ ഇവരെ ഇവിടെ കാണിച്ചു കൊടുക്കും. കരോള് ഇവിടെ എത്താറായി. അപ്പോഴേക്ക് നമുക്ക് ചെയ്യാം. വേറൊരു സ്റ്റാർ കൂടെ ഉണ്ട് നമ്മ. അതെ, അപ്പം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സ്റ്റാർ ഉണ്ടല്ലേ, അത് അതിൻ്റെ റീൽ എടുക്കണം ഇനി. അത് എന്നിട്ട് ഇവിടെ കൊണ്ട് തൂക്കണം. ആ തൂക്കണ സാധനം കാണിച്ചെടുക്കും. അവിടെ ഇട്ട് തൂക്കണം നമുക്ക്. അത് ഡബിൾ ടാപ്പിൽ ഒട്ടിച്ച് തൂക്കിയാൽ മതി. കൊടുത്തു വേണമെന്നില്ല. നല്ല രസം നമുക്ക്. അപ്പം നമ്മൾ ഇതൊട്ടിക്കാൻ പോവാണ്. ഒരു കണ്ണ ഒരു മരിപ്പിളിർന്ന അവളോർത്ത ലേറ്റൊക്കെ ഇത് ഒട്ടി നിൽക്കണ്ട്. പിന്നെന്തിനു വീണ്ടും ഒട്ടിക്കണേ? എന്നാലും എങ്ങനെ പോന്നാലും താഴെ പോകും. കത്തിക്ക് ഇവിടെ വെക്കണ്ട. ഇവിടെ വെക്കുമ്പോൾ അവിടെ വെക്കുമ്പോൾ ഭംഗി. ശരിക്കും പറഞ്ഞാലേ ഇവിടെ ഒരു കടയുണ്ട്. അത് ഞങ്ങൾ ചെയ്തല്ല, ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ തൊട്ടുള്ളതാണ്. അപ്പോൾ ഇതിവിടെ വെച്ചപ്പോൾ അത് നല്ല പോലെയുണ്ടല്ലേ. ഇത് പിന്നെ ഞങ്ങൾ അങ്ങനെ കത്തിച്ചേക്കില്ല. കത്തിച്ചേക്കാനേ ഇപ്പൊ ഒരു മിനിറ്റ് കത്തിക്ക്. ഇതെന്താണ് കത്തിച്ചേക്കാൻ? ഇത് നമ്മുടെ സാധാ ലൈറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കത്തിച്ചേക്കുമ്പോൾ അത് വേഗം ബാറ്ററി തരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അധികം കത്തിക്കാം. ഓഫ് ചെയ്തോ. ഇത് പല മോഡലുണ്ട്. ഇതിങ്ങനെ വെറുതെ കത്തുന്നുണ്ട്. നമുക്ക് അത് ഇഷ്ടമായി. ഇതാണോ ഇതാണോ ഇതാണോ? ഇതിന്റെ മുമ്പത്തെ ഇതാണോ? ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. മീഡിയയിലല്ലേ. ഇത് നമുക്കിവിടെ ലേറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ ഒരു ഇത് പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് എനിക്ക് പേടിക്കണം. പക്ഷെ ഇതിവിടെ ഇങ്ങോട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ രസത്തില്ലേ? കറക്റ്റ് കാണുമല്ലേ? ചെയ്യാൻ സംശയം. ഓക്കെ, എനിക്കെല്ലാം കറക്റ്റ് അളവിൽ കിട്ടും. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. ഇനി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. 7 മണി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി ഈ സമയം തൊട്ട് മൊത്തം ഓരോ പണികളിലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട്. അപ്പം ഇന്നും ഉറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ലേ. ഞങ്ങൾ ഇന്നലെ രാത്രി 3 സിനിമ കണ്ട് ഓരോരോ പണിയും ചെയ്ത് പണികൾ ചെയ്യായിരുന്നു. ഒന്നാമത്തെ സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. രണ്ടാമത്തെ സിനിമ എനിക്കറിയാം, റാണി. മൂന്നാമത്തെ സിനിമ സന്തോഷം. ആ സിനിമ. അപ്പം ഇതാണ് നമ്മുടെ ഇതായിട്ട് ചെയ്യുന്നത്.
ഇല്ലേ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം ഉണ്ടല്ലോ കൂടില്ലോ ലൈറ്റ് വന്ന ആൾക്കാരുണ്ട്. പന്നി ഉണ്ടോന്ന് പേടിക്കണ്ട, കാരണം അവിടെ പന്നികളൊക്കെ ഉള്ള സ്ഥലമാണ്. പേടിക്കണത്തില്ല. അപ്പൊ വേണ്ടേ ഇതാണ് നമ്മുടെ ഇത്. ഇനിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനി രാത്രി ഷൂട്ടില്ല. എന്താ വെച്ചാൽ സ്റ്റാർ ഉണ്ടാക്കിയതിനെ കുറച്ച് ബാക്കി ഷൂട്ടിംഗ് ഉണ്ട്, അതുകൂടെ എടുക്കണം. അതിന് ശേഷം അത് കൂടി ഡബിൾ ടാപ്പ് വെച്ച് എൻ്റെ ചേട്ടനെ കൂടെ ഒട്ടിപ്പിക്കണം. ഒട്ടിപ്പിക്കണേ. അപ്പൊ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായിരുന്നു. രസം ശരിക്കും ഇവിടെ വെക്കുന്ന ഒരു സ്റ്റാർ കിട്ടും. അതിനെക്കാട്ടും അതിനെക്കാട്ടും ഇതന്നെ ഇല്ലേ പട്ടിയൊക്കെ ആ വീടോ തല്ലൂടുക. പന്നികളങ്ങനെ ഉണ്ടാവും. എനിക്കിത് നല്ല ഇഷ്ടമായി. ഈ സ്റ്റാറിൽ റെഡിൽ ഇങ്ങനെ ഇങ്ങനെ ആവണത്. എനിക്ക് റെഡ് ഇഷ്ടമായി, ഇത് ഇഷ്ടമായി. പക്ഷെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതാ ഇഷ്ടമായി. ഇത് ഇഷ്ടമാ കുറച്ചിൽ ഇങ്ങനെ തിരിയണ നന്നായിട്ടുണ്ട്. പട്ടിയും കുട്ടിയൊക്കെ അടിക്കണം ഇങ്ങനെ കടകടാന്ന്. ലൈറ്റ് കെടുത്തിയാലേ സ്റ്റാറിന്റെ വെളിച്ചറിയുള്ളൂ. ലൈറ്റ് കെടുത്തിയ സ്റ്റാറിന്റെ വെളിച്ചറിയില്ല. ഇതാണ് നമ്മുടെ സംഭവങ്ങളല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അമ്മയ്ക്ക് വൈകിപ്പിക്കുന്ന കാര്യം വന്ന സങ്കടമാണ് എന്നെക്കാട്ടും. അപ്പൊ അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് ഈ സ്റ്റാറാണ് ഇഷ്ടമായത്. ഈ ലൈറ്റ് സ്റ്റാറാണ് ഇഷ്ടമായത്. ഈ വ്രതത്തിൻ്റെ ഒരു ഈ സ്റ്റാർക്കായിട്ടുള്ള ഒരു ഭാഗമാണ് ഇഷ്ടമായത്. ഈ ട്രീ ആണ് ഇഷ്ടമായി. നിക്ക്. പിന്നെ ഞാൻ നാളെ ഒരു സാധനം ഉണ്ടാക്കും. ഇവിടെ ഞാൻ ഉണ്ടാക്കി സ്റ്റാറോട് തൂക്കുക. അതാണ് ഇഷ്ടമായി. ഇതൊക്കെ പറഞ്ഞ റെഡിമെയ്ഡ് വാങ്ങിയതല്ലേ. അപ്പൊ എന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റാർ അത് മോളുണ്ടാക്കിയത്. പക്ഷെ ഇത്തിരി ഭംഗി കുറഞ്ഞാലും എല്ലാവർക്കും മക്കളുണ്ടാക്കണല്ലേ ഭംഗി തോന്നാം. എനിക്ക് എൻ്റെ മോളുണ്ടാക്കിയ സ്റ്റാർ ഇഷ്ടമായി. പിന്നെ ഇതിഷ്ടായി. പിന്നെ ഇതിഷ്ടായി. പിന്നെ ഇതിഷ്ടായി. പിന്നെ ഇതിഷ്ടായി. ഇനി നാളെ ഇത് മിഠായി കിട്ടിയ പിന്നെ അതാവും ഇഷ്ടമുള്ള മിഠായി അല്ലേ എന്നാ. അമ്മയ്ക്ക് പക്ഷെ ഏതാ ഇഷ്ടമുള്ള മിഠായി എന്ന് അറിയാം. ഞാൻ പറയട്ടെ, മഞ്ചി ഇഷ്ടമാണ്. മഞ്ച അമ്മയ്ക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചോക്ലേറ്റ് ഉണ്ട് എന്നാൽ കടിക്കാൻ പറ്റുന്ന പോലെയല്ലേ. അത് എല്ലാവർക്കും ഇഷ്ടമല്ല. അതൊരു രസമല്ലേ. മഞ്ചി ക്രഞ്ച് ഓഫ് ദ എനർജി. ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ ഒരു ദിവസം ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യമില്ലേ എന്നെ കണ്ടു. ബൂസ്റ്റ് ചെയ്ത എനർജി എനർജി ഉണ്ട്. അതിന് പകരം പാല് കൊടുക്കൊണ്ടിരിക്കണ എന്തായിരുന്നു പാലീസ് എനർജി എന്നിട്ട് അങ്ങനെ പാലീസ് എനർജി ഓഫ് എനർജി അങ്ങനെ എന്തായാലും നല്ല രസമുണ്ട്. അപ്പൊ ഇനി എന്നെ സഹായിക്കാൻ അമ്മ വേണം. പിന്നെ ഇവിടെ ഇവിടെ നിങ്ങൾ ട്രെയിൻ പോണ്ടാ. അവിടത്തെ സൗണ്ട് അങ്ങോട്ട് കേൾക്കണേ. ഇപ്പൊ എല്ലാരും കിടന്നില്ലേ. ട്രെയിനൊക്കെ ഞാൻ ശബ്ദം കേൾക്കട്ടെ ഇവിടെ അറിയില്ലേ. അപ്പൊ അതാണ് ഞാൻ ശരിക്കും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തന്നെയായിരുന്നു. അപ്പോൾ പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ എന്താണ് ഈ ഇത് വാങ്ങി, ക്രിസ്മസ് ട്രീ വാങ്ങി കല്യാണം 10 കൊണ്ടിട്ടോ തിരിച്ചു. പിന്നെ ഇവിടെ ചവിട്ടില്ല കേട്ടോ. അവിടെ എന്തോ കട്ടുമ്പോൾ സാധനം നല്ല മതിയത്. അത് നിന്നെയും തട്ടിക്കുന്നു. അപ്പോൾ അത് വാങ്ങിയോണ്ടാണ് അതുണ്ടാക്കിയത്. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ചാട്ടും അരങ്ങും വാങ്ങിയോണ്ട് തന്നെ ഇതിപ്പോൾ വേസ്റ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റൂമിൽ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. നമുക്കങ്ങനെ ക്രിസ്മസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റാർ ഇവിടെ കൊണ്ടുവയ്ക്കുക. അതല്ലാണ്ട് ഞാനൊരു എന്താ
ഞാനിപ്പോൾ എന്താ പറയുന്നത്, അതല്ലാണ്ട് തന്നെ ഞാൻ 2, 3, 4, 5, 6 പേപ്പറുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞ് സ്റ്റാൻഡാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് റൂമിലിടും. പിന്നെ ഇനിയും കുറച്ച് ഗിഫ്റ്റുകൾ നമുക്ക് വാങ്ങാണ്ട് എൻ്റെ റൂമിൽ വെക്കാനായിട്ട്. പിന്നെ ഞാൻ കൂടുതലും റെഡിമെയ്ഡിനെക്കാട്ടിലും നല്ലത് ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇതൊക്കെ എന്തായാലും വാങ്ങും. ഇതൊന്നും ഞാൻ വാങ്ങുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ട്രേ വാങ്ങിയപ്പോൾ അമ്മയും അച്ഛനാണോ പറഞ്ഞത് എന്നാൽ ഇതും കൂടി വാങ്ങാണ്. അപ്പോഴാണ് അത് വാങ്ങിയത്. പിന്നെ അങ്ങനെ ഇതൊക്കെ ചെയ്തു. ഇനി റൂം മേക്കോർ ചെയ്യണം. പിന്നെ വാൾ പോസ്റ്റേഴ്സ് ഞാൻ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കി. പക്ഷേ അതിന് നല്ല വിലയാണ്. ഞാൻ പിന്നെ ചിലതിലൊക്കെ നോക്കിയിട്ട് തപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഈ വൃത്തൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിങ്ങനെ കാർഡ്ബോർഡിൽ ചുറ്റിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വട്ടമുള്ള കമ്പി കിട്ടിയില്ലാന്ന്. അതിന് പറഞ്ഞ കാർഡ്ബോർഡ് വെട്ടിയിട്ട് ചെയ്തതാണ്. അത് ഇത്രയ്ക്ക് സക്സസ്ഫുൾ ആണെന്ന് വിചാരിച്ചില്ല. ഭയങ്കര ഇഷ്ടമായി എനിക്കത്. അത് ഇഷ്ടമായി. അങ്ങനെ വരുന്നതാണ്. സത്യം പറഞ്ഞാൽ കൂടുതലും ഞാൻ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അതിൻ്റെ പകരം അങ്ങനെ ഇനിയും കുറേ പണികളുണ്ട്. നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാണ്ട്, കുറേ സാധനങ്ങൾ വൃത്തിയാക്കാണ്ട്. മേലൊക്കെ വൃത്തിയായിട്ടൊക്കെ ഇരിക്കണം. പക്ഷെ അവിടെ പെയിൻറ്റിൻ്റെ കറിയൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല പണിയില്ല. അപ്പം കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഒരു പിന്നെ റീൽസ് എടുക്കാണ്ട്. രാത്രി റീൽസ് എടുത്തിട്ടില്ല, നേരം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ പുറത്ത് പോയി കുറേ നേരം രാത്രി പോയിട്ട് ഇപ്പോൾ കിട്ടണം. അപ്പോൾ റീൽസ് എടുക്കാണ്ട്, ക്രിസ്മസിൻ്റെ റീൽസ് എടുക്കാണ്ട്, പിന്നെ വേറൊരു വീഡിയോ എടുക്കാണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അതിൻ്റെ പിഴയിൽ നേരെ തന്നെ വേഗം തീർക്കാണ്. രാത്രിയാണ് കാണുന്നതെങ്കിൽ രാവിലെ തീർക്കാണ്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോ ഇട്ടും തന്നെ ബൈ.